പെണ്ണ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് പെൻസിൽ ഉപയോഗിക്കും. ഓക്കെ, എല്ലാ ആൻസറും 15 ദിവസത്തിനുള്ളിൽ മഞ്ജു കഴിച്ചതിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം ജപ്പാനിലാണെന്നത് സുഷി. Leaking walls, water seeping in. Visual XP waterproofs and leaking walls, water seeping in. Visual XP waterproofs and restores. Stops leaks at the root. No dampness, no fungus. Built to survive every monsoon. No leaks, no worries, just perfect walls. ഞാൻ മേയറായ ശേഷം എല്ലാ ദിവസവും 3 മണി മുതൽ 5 മണി വരെ ഓഫീസിൽ സാധാരണക്കാരായ ജനങ്ങളെ കാണുന്നത്. ആർക്കും വരാം, ആരുടെ അപ്പോയിന്റ്മെന്റും വേണ്ട. ഇത് അവരുടെ ഓഫീസാണ്, അവരുടെ കിടമ. അവർ നികുതി അടയ്ക്കുന്ന പണം കൊണ്ടാണ് ഞങ്ങളുടെ പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ സാധാരണക്കാരൻ നികുതി അടയ്ക്കുന്ന പണം കൊണ്ടാണ് ഗവൺമെന്റിന് ഈ AC കാറും 2 ഡ്രൈവർമാരെ തന്നിട്ടുള്ളത്, ആ റൂം തന്നിട്ടുള്ളത്, ഇത്രയും ഉദ്യോഗസ്ഥർ തന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരാര് വന്നു കഴിഞ്ഞാലും അവരെ കാണാൻ വേണ്ടി മേയർ എന്ന് വന്നതിലേക്ക് ഈ പ്രവർത്തനം ഞാൻ തയ്യാറായേ മതിയാവുകയുള്ളൂ. എന്റെ അതുകൂടി അവരെ പ്രക്രിയയല്ല. ചൈനയ്ക്ക് വലിയ പണി കിട്ടാൻ പോവുകയാണ്. ലോകത്തെ അപൂർവ മൂലകങ്ങളുടെ 90% വരുന്ന കുത്തക ചൈനയ്ക്കാണ്. അതിനെ കുറച്ചെങ്കിലും മാറ്റം വരുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ ബജറ്റിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തി റെയർ എർത്ത് കോറിഡോർസ് എന്ന പദ്ധതിക്ക് സർക്കാർ. ഇത്തരം പദ്ധതികളും നയങ്ങളും രാജ്യത്തിനൊപ്പം നമുക്കും ഗുണം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത്തരം വാർത്തകളൊക്കെ കേൾക്കുന്ന സമയത്ത് പുതിയ നയങ്ങൾ നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട് എന്ന് നാം ചിന്തിക്കണം. കഴിഞ്ഞ വർഷത്തെ GST പരിഷ്കരണത്തിന്റെ സമയത്ത് ഹെൽത്ത് ലൈഫ് ഇൻഷുറൻസുകളുടെ GST പൂർണ്ണമായും എടുത്തു കളഞ്ഞിരുന്നു. എന്നിട്ടും പലരും അത് ഉപയോഗപ്രദമാക്കാൻ തയ്യാറായില്ല. ഇപ്പൊ മാസം 400 മുതൽ 500 രൂപ മുതൽക്ക് 1 കോടി വരെ കവറേജ് കിട്ടുന്ന ഹെൽത്ത് ഇൻഷുറൻസുകളും പ്ലാനുകളും 2 കോടി വരെ കവറേജ് കിട്ടുന്ന ടേം ഇൻഷുറൻസ് പ്ലാനുകളും അവൈലബിൾ ആണ്. ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാനായി നമ്മുടെ വയൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി നോക്കി ബേസിക് ഡീറ്റെയിൽസ് കൊടുത്താൽ 51ലധികം കമ്പനികളുടെ പ്ലാനുകളും ഫീച്ചേഴ്സും ഒക്കെ നോക്കി നിങ്ങൾക്ക് യോജിക്കുന്നത് തന്നെ ഇൻസ്റ്റന്റ് ആയി പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ടേം ഇൻഷുറൻസ് എന്നാൽ നമുക്ക് അറിയാവുന്നതുപോലെ കുടുംബത്തിലെ വരുമാനമുള്ള ആൾ മരണപ്പെട്ടാൽ കുടുംബത്തിന്റെ ഭാവി ചെലവുകൾക്കായി 2 കോടി പോലെയുള്ള തുക കവറേജ് കിട്ടുന്ന ലൈഫ് ഇൻഷുറൻസുകളാണ്. നമ്മുടെ ജോലി, വരുമാനം, ആരോഗ്യമൊക്കെ അനുസരിച്ചാണ് നമുക്ക് ടേം ഇൻഷുറൻസ് കിട്ടുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുക. അതുകൊണ്ട് യോഗ്യതയുള്ളവർ എന്തായാലും എടുത്തു വെക്കണം. ഇപ്പോൾ 15% വരെ ഡിസ്കൗണ്ട് കൂടിയുണ്ട്. അതുപോലെ പലപ്പോഴും ഹോസ്പിറ്റൽ ബില്ലുകൾ പലരുടെയും ജീവിതത്തിൽ വില്ലനാകാറുണ്ട്. ഒരു ജീവിതകാലം സമ്പാദിച്ചതെല്ലാം വെള്ളത്തിലാവാൻ ഒരു ഹോസ്പിറ്റൽ ബില്ല് മതി. അത് ഒഴിവാക്കാനായി നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ചേ മതിയാകും. അല്ലെങ്കിൽ 50 മുതൽ 60 ലക്ഷം വരെയൊക്കെ ബില്ല് വന്നാൽ ഒക്കെ പോകും. ഇപ്പോ ആണെങ്കിൽ എടുത്താൽ 25% വരെ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പ്രവാസികൾക്ക് ഇവ രണ്ടും, അതായത് ടേം ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ചെലവിൽ എടുത്തു വയ്ക്കാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് വയറുള്ള ലിങ്ക് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. എന്തായാലും ചൈനയുടെ അപ്രമാദിത്യം കുറയ്ക്കാനുള്ള നടപടികൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ശുഭസൂചന തന്നെയാണ്. ഗവൺമെന്റിന്റെ ഇത്തരം നയങ്ങളും നടപടികളും നിരീക്ഷിച്ച് നമുക്ക് ഈ 4 പേരിൽ ഏറ്റവും അനുസരണയുള്ള നല്ല കുട്ടി ഇതാണ്. എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇറാനോട് ഇത്ര വലിയ ശത്രുത? നമുക്ക് ഹിസ്റ്ററി ഒന്ന് നോക്കാം. ഇറാൻ ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ശേഖരണമുള്ള ഒരു രാജ്യങ്ങളിലൊന്നാണ്. 1951 വരെ അവരുടെ എണ്ണയുടെ മുഴുവൻ നിയന്ത്രണവും ബ്രിട്ടന്റെ കൈകളിലായിരുന്നു. ഇറാന് കിട്ടിയ ലാഭം ഒരു 16% മാത്രമായി. പിന്നീട് ഇറാനിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയായ മുഹമ്മദ് മൊസാദ് ഒരു വലിയ തീരുമാനം എടുക്കുകയാണ്. ഇറാന്റെ എണ്ണ വ്യവസായം അദ്ദേഹം ദേശീയവൽക്കരിച്ചു. അതായത് ഇറാന്റെ എണ്ണയിൽ നിന്നുള്ള പണം ഇറാന് തന്നെ ലഭിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം. പക്ഷെ ഈ ഒരു തീരുമാനം ബ്രിട്ടനും അമേരിക്കയും ഒട്ടും തന്നെ ഇഷ്ടമായിരുന്നില്ല. അവർ ഒരുമിച്ച് ചേർന്ന് ഓപ്പറേഷൻ അറ്റാക്ക് എന്ന ഒരു രഹസ്യ പദ്ധതി നടത്തി ഇറാനിലെ സർക്കാരിനെ താഴെയിറക്കി. അതിനുശേഷം അമേരിക്കയുടെ കളിപ്പാവയായ ഷാ മുഹമ്മദ് റസ പഹ്ലവി അധികാരത്തിലേക്ക് വരികയാണ്. ഇയാൾ അധികാരത്തിലേക്ക് വരുന്നതോടെ ഇറാന്റെ എണ്ണയുടെ ഏകദേശം 40% അധികാരം അമേരിക്കയ്ക്ക് കിട്ടുകയാണ്. ഷാ ഏകദേശം 26 വർഷങ്ങളോളം ഇറാൻ ഭരിച്ചു. ഇദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ രാജ്യം മോഡേൺ ആയി എന്ന് തോന്നുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ രഹസ്യ പോലീസിനെ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ആളുകളെ പീഡിപ്പിക്കുകയായിരുന്നു.
യുക്രൈൻ ഇറാനെ ആക്രമിച്ചപ്പോൾ അമേരിക്ക ഇറാഖിന് ആയുധങ്ങളും വിവരങ്ങളും നൽകി സഹായിച്ചു. ഈ യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് ഇറാനികളാണ് മരിച്ചത്. ഇനി ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ ഇറാൻ കൂടുതൽ ശക്തരാകാനായിട്ട് തീരുമാനിച്ചു. അവർ ഹിസ്ബുള്ളയും ഹമാസ് പോലുള്ള ഗ്രൂപ്പുകൾക്ക് കൂടുതൽ സഹായം നൽകാൻ തുടങ്ങി. പോരാത്തതിന് സ്വന്തമായി ന്യൂക്ലിയർ പ്രോഗ്രാമുകളും ആരംഭിച്ചു. ഇത് തടയാൻ വേണ്ടി അമേരിക്ക ഇറാന് മേൽ സാമ്പത്തിക ഉപരോധത്തിലാണ്. പിന്നീട് 2015 ബറാക് ഒബാമ ഇറാനുമായി ഒരു കരാർ ഒപ്പു. ഈ കരാറുകൾ അനുസരിച്ച് ഇറാൻ തന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമുകൾ പരിമിതപ്പെടുത്തി ചില ഉപരോധങ്ങളും നീക്കം ചെയ്തു. പക്ഷെ പിന്നീട് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേക്ക് വരികയും അദ്ദേഹം ഈ കരാറിനെ വേഴ്സ്റ്റ് ഡീൽ എവർ എന്ന് വിളിച്ച് ആ ഡീൽ ക്യാൻസൽ ആക്കി. ട്രംപിന്റെ രണ്ടാം വിട വന്നപ്പോൾ അയാൾ വീണ്ടും ഒരു ഡീൽ കൊണ്ടുവരികയാണ്. ഈ ഡീൽ ഇറാനുമായി നെഗോസിയേഷൻ നടത്തുന്നു, പക്ഷെ അവരത് നടത്തുന്നില്ല. അങ്ങനെ US ഇസ്രായേലിനെ കൂട്ടുപിടിച്ച് ഇറാനുമായി യുദ്ധം ചെയ്യുന്നു. അപ്പൊ ഇതിനുള്ള ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അക്കൗണ്ട് തുറയുക. ഈ ഒന്ന് എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇറാനോട് ഇത്ര വലിയ ശത്രുത? നമുക്ക് ആരെയും പേടിക്കാത്ത ഇസ്രായേലിനെ പാകിസ്ഥാൻ ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ഇറാനിൽ പാകിസ്ഥാൻ എംബസിക്ക് സമീപം ഇസ്രായേലും US ചേർന്ന് ആക്രമണം നടത്തിയതാണ്